ഛത്തീസ്ഗഡിലെ സുക്മയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടി. എറബോർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ബലറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുന്നു. പറയൂ ബലറാം. SKN, ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം, ഈ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റിനെ സുരക്ഷാ സേന വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആര് എന്നതുമായി ബന്ധപ്പെട്ട ഇതുവരെയും തിരിച്ചറിഞ്ഞതായി പോലീസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. ഇന്ന് പുലർച്ചെയാണ് ഈ എറബോർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വനമേഖലയിൽ വെച്ച് മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഈ മേഖലയിൽ ഉന്നത മാവോയിസ്റ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന ഈ മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചത്. ആ തെരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടി ഉതിർക്കുകയായിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ആ ഏറ്റുമുട്ടലിലാണ് ഒരാൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. നിലവിൽ 2026 മാർച്ചിന് മുമ്പായി മാവോയിസ്റ്റുകളെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാവോയിസ്റ്റുകൾക്കെതിരായ നടപടി രാജ്യവ്യാപകമായി ശക്തമാക്കിയിരുന്നു. നിലവിലിപ്പോൾ 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മാത്രമാണ് മാവോയിസ്റ്റുകൾക്ക് അവശേഷിക്കുന്നത്. മറ്റ് നേതാക്കളെല്ലാം തന്നെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പിടികൂടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഉന്നത നേതാവ് ഈ സംഘത്തിലുണ്ട് എന്നാണ് സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. SKN. നമുക്കൊപ്പം ബലറാം നെടുങ്ങാടിയാണ് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.